ഹല്ലേലൂയ. ഒരു പ്രത്യാശ ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ യാത്രയെ പറ്റി പറയുന്നത് സിയോനിലേക്കുള്ള യാത്രയാണ്. ഇത് സിയോൻ യാത്രയാണ്. അതുകൊണ്ട് മനമേ ഭയമൊന്നും വേണ്ടിനി. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, നമുക്ക് പറയാം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, അവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ആകുല ചിന്തയില്ലാതെ ജീവമന്ന് തന്നവൻ എന്നെ ക്ഷേമമായി പരിപാലിക്കും. ജീവിതത്തിന്റെ എല്ലാ ക്ലേശങ്ങളുടെ നടുവിലും ധൈര്യത്തോടെ നിൽപ്പാനുള്ള ദൈവകൃപ ഓരോ ദിവസവും ദൈവം പകരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ ഈ ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് അല്പസമയം കൂടെ ഒരു ദിവസം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നല്ലോ. തുടർന്ന് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ they will come forward and say their remembrance. He who dwells in the shelter of the Most High. He who dwells in the shelter of the Most High will abide ourselves of the Almighty. I'll say to the Lord, my refuge and my fortress, my God, in whom I will my trust. Psalms 91 verses 1 and 2. Everything I do comes from Christ who strengthens me. Philippians 4:13. Psalm 32 verse 3. When I kept quiet, my bones wasted away through my groaning all day long. Because of the God's great love, we are not consumed, for his compassions never fail. They are new every morning. Great is your faithfulness. Lamentations 3 verse 22. Romans 12 verse 1. Therefore I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Therefore I urge you, brothers and sisters, in the view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Romans 12 verse 1. അക്രമം നിറഞ്ഞ വല്ലാത്തൊരു കാലത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ഇതിന്റെ പിതാവിന്റെ വിശ്വസ്ത സാക്ഷികളായി തീരുവാൻ കർത്താവിന്റെ സമയത്തിനോട് പ്രവർത്തിക്കുന്നതോടൊപ്പം എല്ലാവരും ഒരുമിച്ച് ആരംഭിക്കുകയാണല്ലോ. ഈ പുതിയ സ്കൂൾ അനുഗ്രഹമായി തീരുവാൻ മറയ്ക്കുവാൻ ചെയ്തിട്ടുള്ളത് നിശ്ചയമുള്ളത് പ്രാർത്ഥിക്കാൻ
Yes, Lord. Yes, Lord. Hallelujah. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Stotram, stotram, stotram. Yes, Lord. Yes, Lord. Stotram, stotram. Yes, Lord. Yes, Lord. Stotram, stotram, stotram. Yes, Lord. Yes, Lord. Amen. Amen. Hallelujah. Hallelujah. ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു ഞായറാഴ്ച ഞങ്ങളിലൂടെ കർത്താവ് സഹായിച്ചല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് സഭയായി പ്രിയപ്പെട്ടവരും സ്തുതിക്കുന്നു. രാവിലെ സമാധാനത്തോടെ നന്ദിയോടെ ആയിരിക്കാം. സാക്ഷിവചനം ആർക്കെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ അവസരമുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രിയ പാസ്റ്റർ ആൻറ്റി കർത്താവ് കൊടുക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. ആൻറ്റി ലൈനിലുണ്ട്. അതുപോലെ തന്നെ ഡാളസ് എന്ന് പ്രിയ അങ്കിളും ആൻറ്റിയും ജോയിൻ ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും വന്ദനത്തെ പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു ദൈവവചന ഭാഗത്തു നിന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാവിലെ ധ്യാനിപ്പാനായി എൻ്റെ മനസ്സിലേക്ക് പ്രേരണ ലഭിച്ചത്. ഞാൻ തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമായിരുന്നു ധ്യാനിപ്പാൻ ആഗ്രഹിച്ചതെങ്കിലും ഈ ഭാഗത്തേക്കാണ് ഇന്ന് രാവിലെ ശ്രദ്ധയെ തിരിപ്പാനിടയായത്. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജെയിംസ്, എ ബോണ്ട് സെർവൻറ്റ് ഓഫ് ഗാഡ്, അതർവൈസ് എ സ്ലേവ് ഓഫ് ഗാഡ് ആൻഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, to the 12 tribes who are dispersed abroad, greetings. Consider it all joy, my brethren, when you encounter various trials, knowing that the testing of your faith produces endurance. ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കേണ്ടത് ചില ബോധ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. Our Christian life should be based on certain convictions. കൺവിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അതെൻ്റെ കൺവിക്ഷനാണ്, അത് മാറ്റാൻ കഴിയത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉറപ്പാണ് കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ, ബോധ്യങ്ങൾ. അത് മാറ്റത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴോ നമുക്ക് ലഭിച്ചതാണ്. അതിൽ നമ്മൾ ഉറയ്ക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ക്രിസ്ത്യ ജീവിത യാത്രയിൽ ഇതൊരു യാത്ര എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ യാത്ര എന്ന് പറയുമ്പോൾ അത് എത്ര നാൾ ഉണ്ട് എന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ യാത്രയിൽ നാം തനിച്ചല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് നാം തന്നെയല്ല. ക്രിസ്ത്യ ജീവിത യാത്ര ആരംഭിക്കുന്നത് ഒരു വിളിയിലാണ്. ഒരുവൻ നമ്മെ വിളിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ പാന്താവിൽ അല്ലെങ്കിൽ ഈ വഴിയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ആ വിളി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ല നമ്മെ വിളിച്ചത്. അടുത്ത ബോധ്യമാണ്. ഒരു മനുഷ്യനല്ല നമ്മെ വിളിച്ചത്. ആ വിളി ദൈവത്തിൻ്റെ വിളിയാണ്. ഇനിയും ആ വിളി നാം ജനിച്ച ശേഷം തന്ന വിളിയല്ല, അനാദിയിലുള്ള വിളിയാണ്. അത് ദൈവനിർണയത്തിൽ, ദൈവം തൻ്റെ സ്വാതന്ത്ര്യത്തിൽ
അല്ലെങ്കിൽ അവിടുത്തെ മുൻ അറിവിൽ അവിടുന്ന് നമ്മെ മുൻ നിയമിച്ച ശേഷം, നമ്മെ ജനിപ്പാൻ അനുവദിച്ച ശേഷം ആ വിളി നമ്മുടെ മുമ്പിലേക്ക് വരുവാൻ മുഖാന്തരങ്ങളും ഒരുക്കിയത് അവൻ തന്നെയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ജനിച്ച ശേഷം, നാം പ്രായമായ ശേഷം വിളി വന്നത് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതൊരു പക്ഷെങ്കിൽ ഒരു ദൈവദാസൻ ട്രാക്റ്റ് തന്നപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചപ്പോഴായിരിക്കാം, അന്നേരമാണ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത്. പക്ഷേ ഇത് നമ്മുടെ അടുത്തേക്ക് വരുവാൻ കാര്യം അവിടുന്ന് അനാദിയിൽ നമ്മെ കണ്ട്, നമ്മെ തിരഞ്ഞെടുത്ത്, നമ്മെ മുൻ നിയമിച്ചത് കൊണ്ടാണ്. അതാണ് ദൈവവചനം തരുന്ന ബോധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടെങ്കിൽ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്ന ഏതു വിഷയത്തിൻ്റെ മുമ്പിൽ വേദനയും പ്രയാസങ്ങളും ഒരുപക്ഷെ നിരാശ പോലത്തെ അനുഭവങ്ങളും വന്നാൽ പോലും നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഈ യാത്ര ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എന്നെ വിളിച്ചിറക്കിയ ദൈവമുണ്ട്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസാണ് കൂടുതലും പ്രതിപാദിച്ചിരിക്കുന്നത് തൻ്റെ ലേഖനങ്ങളിൽ. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന് ആ വെളിപ്പാട് ലഭിച്ചത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവനിൽ തിരഞ്ഞെടുത്തു. എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുമ്പേ, ഈ കാണുന്നതൊന്നും ഇല്ലാതിരിക്കും മുമ്പേ, സൃഷ്ടി ഒന്നും നല്ല ഇല്ലാതിരിക്കും മുമ്പേ, നാം എന്നുള്ള വ്യക്തി ഇല്ലാതിരിക്കും മുമ്പേ, നമ്മുടെ മനുഷ്യവർഗം ഇല്ലാതിരിക്കും മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ എന്നെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്തിനാണെന്ന് അറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്നത്? നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയതുകൊണ്ടല്ല, ആകേണ്ടതിന്. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. He chose us in him before the foundation of the world, that we would be holy and blameless before him. ഹല്ലേലൂയ. ഇതാ ഒരു ബോധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വിളി കാലത്തിൽ നമ്മുടെ അടുത്ത് വന്നത് നമുക്കറിയാം. നമ്മൾ പറയും 1989 മാർച്ച് മാസം 20-ാം തീയതി, എൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു VBSൽ വെച്ച് ഒരു ദൈവദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ഒരു പാപിയാണ്, ഈ നിലയിൽ പോയാൽ തീർച്ചയായിട്ടും നിന്റെ നിത്യത നീ നരകത്തിൽ ചെലവഴിക്കേണ്ടി വരും. ആ ഒരു ബോധ്യം എനിക്ക് തന്നു. അപ്പോൾ ജയിലിൽ കിടന്ന ജയിലർ ചോദിച്ചതുപോലെ രക്ഷപ്പെടുവാൻ ഞാൻ എന്തു വേണം? ദൈവം ഒരു കൺവിക്ഷൻ മാത്രമല്ല തരുന്നത്, അതിൻ്റെ മറുപടിയും അതേ ദൂതിലുണ്ട്. മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ഭൂമിയുടെ മുകളിൽ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല, അത് യേശു എന്ന നാമം മാത്രമാണ്. അത് ആ വചനത്തിൽ തന്നെ അതിൻ്റെ ആൻസറുമുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമത്തിലുള്ള ആശ്രയം, അവിടുന്ന് എനിക്ക് പകരമായി ക്രൂശന്മേൽ മരിച്ചു എന്നുള്ളതും, എൻ്റെ പാപം അവൻ ഏറ്റെടുത്തു എന്നുള്ളതും, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു എന്നുള്ളതും, എൻ്റെ പാപത്തിൻ്റെ കടം അവൻ വീട്ടി എന്നുള്ളതും ആ ബോധ്യം തന്നപ്പോൾ ഞാൻ കർത്താവിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കാനിടയായി. പക്ഷേ അത് കാലത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. പക്ഷെ അങ്ങനെ സംഭവിപ്പാൻ കാര്യം, ഞാൻ അവിടെ കടന്നു പോകാൻ കാര്യം, ആ വചനം കേൾക്കാനുള്ള കാര്യം എന്നെ അവൻ നിത്യതയിൽ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എത്രയോ പേര് വചനം കേൾക്കുന്നല്ലേ, എത്രയോ പേര് വചനം കേൾക്കുന്നു, എത്രയോ പേരുടെ കയ്യിൽ ട്രാക്ട് കിട്ടി, എന്നാൽ അവർക്കത് വായിച്ചിട്ട് മനസ്സിലാകുവാൻ കഴിയാതെ വണ്ണം ദൈവസംബന്ധിയായ വിഷയങ്ങളിൽ അവരുടെ ആത്മാവ് മരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ അവൻ ക്രിയ ചെയ്ത് എൻ്റെ ഹൃദയത്തെ തുറന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പുഴവക്കലിരുന്ന് വചനം കേൾക്കുന്ന അനേകരുണ്ടായിരിക്കെ ഒരു സ്ത്രീ പൗലോസിന്റെ വചനം കേട്ടപ്പോൾ ആ ദൈവം ആ സ്ത്രീയുടെ ഹൃദയം തുറന്നു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്രകാരം നമ്മുടെ ഹൃദയം തുറന്ന് കേട്ട വചനം വിശ്വസിപ്പാൻ തക്കോണം നമ്മെ പ്രാപ്തിയുള്ളവരാക്കി ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിപ്പാൻ കഴിഞ്ഞതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാമോ? വി ആർ നോട്ട് ആൻ ആക്സിഡന്റ്, we are his design.
മോർ ദാൻ ദാറ്റ് വി ആർ ഹിസ് ഡിസയർ. നമ്മളൊരു യാദൃച്ഛികമല്ല, നാം അവൻ്റെ ഡിസൈനിലുള്ളതാണ്, നാം അവൻ്റെ പ്ലാനിലുള്ളതാണ്, നാം അവൻ്റെ ആഗ്രഹത്തിലുള്ളതാണ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എഫെസ്യർ 1:4 നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായതുകൊണ്ടെന്നല്ല, ആകേണ്ടതിന്. അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ യോഗ്യതയൊന്നും നോക്കിയില്ല, അയോഗ്യതയായിരുന്നു നമ്മുടെ യോഗ്യത. നമ്മൾ ഒരിക്കലും നമ്മുടെ നന്മ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ പ്രവൃത്തികളല്ല ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെയായിരുന്നു. അപ്പം നമ്മുടെ പ്രവൃത്തി കാരണമല്ല, ഒരുവൻ്റെ പ്രവൃത്തി എനിക്ക് കണക്കിട്ട് അവിടെ തന്നെ തിരഞ്ഞെടുത്തതാണ്. നമ്മുടെ പ്രവൃത്തി കാരണമല്ല. അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചോദിക്കാം, അയ്യോ അങ്ങനെയൊക്കെ ദൈവത്തിന് തിരഞ്ഞെടുത്താൽ ആയിരക്കണക്കിന് ആളുകളെ തിരഞ്ഞെടുക്കാതെ എന്നെ മാത്രം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അത് ദൈവം അനീതിയല്ലേ കാണിച്ചെന്ന് ചോദിക്കാം. അതിനും മറുപടി ദൈവസന്നിധിയിലുണ്ട്. റോമാലേഖനം 9 വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. റോമാലേഖനം 9 അപ്പോസ്തലനായ പൗലോസ് അത് മനോഹരമായി കൊടുത്തിരിക്കുന്നു. 9:14 പറഞ്ഞിരിക്കുന്നു, ആകയാൽ നാം എന്തു പറയേണ്ടു? അനീതിയുണ്ടോ? ഉത്തരം, ഒരു നാളുമില്ല. അടുത്തത്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നും. അപ്പൊ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ? ദൈവത്തിന്റെ കരുണ. It is his mercy. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ വേറെ ഒന്നും നമുക്ക് പുകഴുവാനില്ല, പറയാനില്ല, പ്രശംസിക്കുവാനില്ല. സാക്ഷി പറയുകയാണെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിലും എനിക്ക് ദൈവത്തോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് അങ്ങയുടെ കരുണ മാത്രമാണ്, ഇത് അങ്ങയുടെ കരുണ മാത്രമാണ്. എവറിത്തിങ് ഈസ് ഹിസ് മെർസി. എനിക്ക് കരുണ തോന്നുള്ളവരോട് കരുണ തോന്നും, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നും. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ദൈവം നമ്മെ അപ്രകാരം തിരഞ്ഞെടുത്തപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? ഇറ്റ് പ്രൂവ്സ് ഗാഡ് ആസ് ഗാഡ്. ദൈവം ദൈവമാണെന്ന് വെളിപ്പെടുത്തുക. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിയും ഈ ഭൂമിയിലോ ഭൂമിക്ക് വെളിയിലോ പ്രപഞ്ചത്തിലോ ഇല്ല എന്ന് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. അതിനൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് കുശവന്റെ ചിത്രം നമുക്ക് യെരമ്യാ പ്രവൃത്തി കാണാൻ കഴിയും. പക്ഷെ അത് ആലയിൽ കുശവൻ പണിയുന്നതാണ് നമുക്ക് കാണുന്നത്, അല്ലേ? ഒരു ലംബ് ഓഫ് ക്ലേ എടുത്ത് പണിയുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ ക്ലേ അവിടം വരെ കൊണ്ടുവന്ന ഒരു പരിപാടിയുണ്ട്, അതവിടെ പറയുന്നില്ല. കുശവൻ ആ ക്ലേ താഴ്വരയിൽ പോയി അനേക മണ്ണുണ്ടായിരുന്നിടത്ത് നിന്ന്, തനിക്ക് ബോധിച്ച ഒരു സ്ഥലത്ത് നിന്ന്, തൻ്റെ ഹിതത്തിനനുസരിച്ച്, ആരുടെ നിർബന്ധത്താലല്ല, ആരും പ്രേരണ കൊടുത്താലല്ല, തൻ്റെ കണ്ണിന് ബോധിച്ച ഒരു മണ്ണിനെ എടുക്കുക. എന്നിട്ട് അത് കൊണ്ടുവന്ന് എന്തിനാ? ആലയിൽ ചക്രത്തിന്മേൽ കൊണ്ട് പണിതുകൊണ്ടിരിക്കുക. അതാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. ആരുടെ അഭിപ്രായം ചോദിച്ചില്ല, ആരോടും കൂടിയിട്ടല്ലെന്ന് പറഞ്ഞത്. തനിക്ക് ബോധിച്ചു ആ മണ്ണ് വേണം, ചുറ്റുപാടും കിടക്കുന്ന മണ്ണെടുക്കാതെ ആ മണ്ണിനെ എടുത്ത് എന്തിനാണെന്ന് കുശവനോട് വേണേ ചോദിച്ചേക്കാം. കുശവൻ പറയും അതെൻ്റെ തീരുമാനമാണ്. കുശവനോട്, മെനയുന്നവൻ ചോദിക്കില്ല ഇതെന്തിനാ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ഉടമസ്ഥൻ അവനാ. It proves God as God. It proves that he is sovereign. അവൻ പരമ അധികാരിയായ ദൈവമാണെന്ന് വെളിപ്പെടുന്നത്. പ്രിയമുള്ളവരെ, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട് ദൈവത്തെക്കുറിച്ച്. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 6:15 ധന്യനായ ഏകാധിപതി. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു മീനിങ് അല്ലേ? അവന് ഏകാധിപതിയാണ്. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റി പലരും പറയും ഏകാധിപതി ഭരണമെന്ന് പറയും. നോർത്ത് കൊറിയയിലെ പ്രസിഡന്റിനെ പറ്റി പറയും അവൻ ഏകാധിപതിയാ. റഷ്യൻ പ്രസിഡന്റിനെ പറ്റി പറയും അവൻ ഏകാധിപതിയാ. പക്ഷെ ഇവിടെ അതേ പദം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച്.
ഹി ഈസ് എ സോവറിൻ ഗോഡ് എന്നാ പക്ഷെ ഇംഗ്ലീഷിൽ വന്നപ്പോൾ പറയുക. എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം മുകളിൽ ആരുമില്ലാത്തവൻ, ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം മുകളിൽ ആരുമില്ലാത്ത ദൈവം. താൻ എന്ത് ചെയ്യുന്നുവെന്നോ എന്തിന് ചെയ്യുന്നുവെന്നോ ചോദിക്കാൻ ആരുമില്ല. എന്ന് പറഞ്ഞാൽ തോന്നിയത് ചെയ്യുന്നു എന്നല്ല, താൻ ചെയ്യുന്നതിന്റെ പിന്നിലെല്ലാം തൻ്റെ മഹത്വമാണ് താൻ വെളിപ്പെടുത്തുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, ഇവൻ എന്താ ഇങ്ങനെ ജനിച്ചത്? ഇവൻ പാപം ചെയ്തിട്ടാണോ? ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ? കർത്താവ് പറയുക, അതൊന്നുമല്ല ഇവൻ അങ്ങനെ ജനിക്കാൻ കാര്യം. ദൈവത്തിന്റെ മഹത്വം ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ് ഇവൻ ഇങ്ങനെ ജനിക്കാൻ കാര്യം. ചോദിക്കാം, ദൈവമേ അങ്ങയുടെ മഹത്വം വെളിപ്പെടാൻ ഈ മനുഷ്യൻ ഇത്രയും പ്രായം കുരുടനായിരിക്കണോ? ചോദിക്കാം. പക്ഷെ ദൈവം പറയും, അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ എൻ്റെ മഹത്വം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ വെളിപ്പെടുത്തുള്ളൂ. പ്രിയമുള്ളവരെ, പല ചോദ്യത്തിനും നാം പ്രതീക്ഷിക്കുന്ന നിലയിലും നാം മനസ്സിലാകത്തക്ക രീതിയിലും നമുക്ക് മറുപടി ലഭിക്കണമെന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ അനുഭവത്തിന് നടുവിലും ദൈവത്തിന്റെ മഹത്വമാണ് വെളിപ്പെടുന്നതെങ്കിൽ നാം അതിനു മുമ്പ് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടിയത്. ഹല്ലേലൂയ. ദൈവമേ അങ്ങയുടെ മഹത്വം വെളിപ്പെടുന്നുവെങ്കിൽ, the experience that I go through, if your glory is being revealed through it, I submit myself before that. എന്നെ തന്നെ അതിനു മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ കടന്നു പോകുന്ന ഈ അനുഭവത്തിന് നടുവിലും അങ്ങയുടെ മഹത്വം അങ്ങ് പൂർണ്ണതോതിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിനു മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നത് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. It proves that he is sovereign. അവിടുന്ന് പരമാധികാരിയാണെന്ന് വെളിപ്പെടുത്തുക. And not only that, it is the revelation of God's grace. ദൈവത്തിൻ്റെ കൃപയുടെ വെളിപ്പാടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം ഗ്രേസ്? Unmerited gift. Unmerited gift. When God chose me, it revealed that He is a gracious God. അവൻ കൃപാ കടാക്ഷമുള്ള ദൈവമാണെന്ന് വെളിപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ യോഗ്യത ഉണ്ടോണ്ടല്ല എന്നെ തെരഞ്ഞെടുത്തത്, യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. And also when we ask question, why God, why you chose me, and the answer, when we cannot comprehend it, it proves our inability to comprehend what God does. ദൈവം ചെയ്യുന്ന വിഷയം മനസ്സിലാക്കുവാൻ കേപ്പബിലിറ്റി നമുക്കില്ല എന്നാണ് വെളിപ്പെടുത്തുന്നത്. അവിടെ ദൈവം ഓരോ കാര്യം ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്കൊരു കാര്യം, അവൻ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം അവൻ്റെ മഹത്വത്തിനായി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അവനെ പൂർണ്ണമായും വിശ്വസിപ്പാൻ ഒരു ഭക്തന് കഴിഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. അപ്പോൾ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു, ദൈവം പരമാധികാരിയാണെന്ന് വെളിപ്പെടുത്തുന്നു, നമുക്ക് അർഹതയില്ലെന്ന് വെളിപ്പെടുത്തുന്നു, ദൈവം ചെയ്യുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവില്ലെന്നും അവിടെ വെളിപ്പെടുത്തുക. ഇപ്രകാരം ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് എന്തിനാ? മുമ്പേ കണ്ടു നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരാകേണ്ടതിന്, കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആകേണ്ടതിന്, നിഷ്കളങ്കരാകേണ്ടതിന്. അത് സാങ്ക്ടിഫിക്കേഷനെയാണ് കാണിക്കുന്നത്. കളങ്കമെല്ലാം മാറി ക്രിസ്തുവിനോട് അനുരൂപതയിലേക്ക് വളരേണ്ടതിനാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. അതാണ് റോമാലേഖനം 8:29 പറഞ്ഞിരിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ തെരഞ്ഞെടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ആയിക്കോ എന്നല്ല ദൈവം പറയുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. There is a purpose behind our call. നമ്മെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ ദൈവത്തിന് വലിയൊരു പർപ്പസ് ഉണ്ട്. അതെന്താണ് ആ പർപ്പസ്? ഹല്ലേലൂയ. അവൻ്റെ പുത്രനെ പോലെ നമ്മൾ ആയിത്തീരണം. ഹല്ലേലൂയ. അവൻ്റെ പുത്രനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെല്ലാവരും യേശുവിനെ പോലെ ആയത് അതല്ല. അങ്ങനെ ഒരു മാജിക് അല്ല ദൈവം ചെയ്യുന്നത്. ഈ എൻറ്റയർ ലൈഫിലെ ജേണി അവൻ്റെ പുത്രനെ പോലെ ആയിത്തീരാനുള്ള ജേണിയാണ്. പ്രിയമുള്ളവരെ, 100 വർഷം നമ്മൾ ജീവിച്ചെന്നിരിക്കട്ടെ, ആ ഓരോ ദിവസവും കർത്താവിനെ അറിഞ്ഞ ശേഷം ദിസ് ഇസ് ദ ജേണി, അവൻ്റെ പുത്രനെ പോലെ ആയിത്തീരാനുള്ള ജേണിയാ. അതിനിടെ ഒരുപക്ഷെ നമ്മൾ
വിവാഹം കഴിക്കും. അതിനിടയിൽ ഒരുപക്ഷെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. അതിലൊരു പക്ഷേ നമ്മൾ വിദ്യാഭ്യാസം പൂർത്തിയാകും. നമ്മളൊരു കമ്പനിയുടെ CEO ആയി മാറും. ഇതെല്ലാം ഇതിനിടെ നടക്കുന്നുണ്ടെങ്കിലും ജേണി അതിനു വേണ്ടിയല്ല. CEO ആകാനല്ല എന്നെ തെരഞ്ഞെടുത്തത്, പുത്രനെ പോലെ ആകാനാ. അത് നമ്മൾ മറന്നുകൂടാ. ഇതെല്ലാം ഇതിനിടയ്ക്ക് നടക്കാം. പഠിക്കാം, ഭൗതിക നന്മകൾ സ്വരൂപിക്കാം, കുഞ്ഞുങ്ങളെ വളർത്താം, അവരെ ട്രെയിൻ ചെയ്യാം, ശുശ്രൂഷ ചെയ്യാം. പക്ഷേ ഇതിന്റെ പിന്നിലെല്ലാം നാം മറക്കരുതാത്തൊരു കാര്യമുണ്ട്. നമ്മെ വിളിച്ചിരിക്കുന്നത് അതിന് മാത്രമല്ല, നമ്മെ വിളിച്ചിരിക്കുന്നത് അവന്റെ പുത്രനെ പോലെ ആയിത്തീരുക. നമ്മൾ മറന്നുകൂടാ. അപ്പൊ നമ്മൾ പറഞ്ഞു, തെരഞ്ഞെടുത്ത് ഒരു ദിവസം കൊണ്ട് പുത്രനെ പോലെ ആകുന്നില്ല. ഈ ലൈഫ് ജേണി മുഴുവനും അവന്റെ പുത്രനെ പോലെ ആകാനുള്ള ജേണിയാണ്. അപ്പൊ അത് ഇനി എങ്ങനെയാ അവിടുന്ന് ചെയ്തു തരുന്നേ? എങ്ങനെയാ നമ്മുടെ പുത്രനെ പോലെ ആയിത്തീരുന്നേ? പുത്രനെ പോലെ ആകുക, പുത്രനെ പോലെ ആകുക, പുത്രനെ പോലെ ആകുക എന്ന് എല്ലാ ദിവസവും രാവിലെ പാസ്റ്റർ ഇവിടെ എഴുന്നേറ്റ് പറഞ്ഞ പുത്രനെ പോലെ ആകുമോ? അങ്ങനെ ആവാൻ പറ്റുന്നൊരു കാര്യമാണോ നമ്മുടെ പ്രകൃതം? അല്ല. ചില അനുഭവങ്ങളോട് അവിടുന്ന് നമ്മെ കടത്തിവിടും. ആ അനുഭവങ്ങളുടെ നടുവിൽ നമുക്ക് അവനെ കൂടുതൽ അറിയാം. അവനെ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് മനസ്സിലാവും. അവനെ കൂടുതൽ അറിയുന്തോളും എന്നെ ഞാൻ കൂടുതൽ കാണാൻ തുടങ്ങും. എന്നെ ഞാൻ കാണാൻ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാകും ഞാൻ അവന്റെ സ്വരൂപത്തോട് ഒരു അനുരൂപതയില്ലെന്ന് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യും കർത്താവ്? ദൈവാത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പറയും, മോനെ, ഈ അനുഭവത്തിന് നടുവിൽ ഞാൻ നിന്നെ കടത്തിവിട്ടത് വെറുതെ അല്ല, എൻ്റെ പുത്രനെ പോലെ ആയിത്തീരാനാ. ഹല്ലേലൂയ. ജെനുവിനായി ആത്മനിറവുള്ള ഓരോ ദൈവമൈതലും ആദ്യമായി ആഗ്രഹിക്കുന്നത് എൻ്റെ രക്ഷകനെ പോലെ ഞാൻ ആയിത്തീരണമെന്നാണ്. ക്രിസ്ത്യൻ മെച്യൂരിറ്റി ഈസ് earnest desire to become like Christ. ക്രിസ്തുവിനോടുള്ള അനുരൂപതയിലേക്ക് വളരുവാനുള്ള തീഷ്ണമായ ആഗ്രഹമാണ് ക്രിസ്ത്യൻ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തീയ പക്വത, വളർച്ച എന്ന് പറയുന്നത് എൻ്റെ നാഥനെ പോലെ, എൻ്റെ കർത്താവിനെ പോലെ, എൻ്റെ ക്രിസ്തുവിനെ പോലെ, എൻ്റെ രക്ഷകനെ പോലെ, എൻ്റെ ഇടയനെ പോലെ, എൻ്റെ ഉടയവനെ പോലെ ഞാൻ ആയിത്തീരണം. ആ യാത്രയാണ് പ്രിയമുള്ളവരെ. അതിന് വിവിധ അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. ഈ സഭ എന്നുള്ള ഈ ക്രമീകരണം ദൈവം ചെയ്തത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഈ യാത്രയ്ക്ക് നമ്മെ സഹായിക്കേണ്ടതിനുള്ള ക്രമീകരണമാണ്. അക്രൈസ്തവർക്ക് ക്ലബ്ബുകളുണ്ട്, അവർക്ക് റോട്ടറി ക്ലബ്ബുണ്ട്. ക്രിസ്ത്യാനികൾക്കൊരു ക്ലബ്ബുമില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത്, നമുക്കൊരു സഭ എന്നുള്ളൊരു ക്ലബ്ബ് ഉണ്ടാക്കാം. അതിനു വേണ്ടിയാണോ? അവർക്ക് കൂടിയിരുന്ന് സന്തോഷിക്കാൻ വേറൊരു ഇടമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കും എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞാണോ സഭ എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അല്ല. ഇവിടെ നടക്കുന്നത് പടിയാ, ഇവിടെ നടക്കുന്നത് വളർച്ചയാണ്, ഇവിടെ നടക്കുന്നത് വിശുദ്ധീകരണമാ, ഇവിടെ നടക്കുന്നത് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ശുശ്രൂഷകളാ. അത് ഫോക്കസ് ചെയ്യുന്നത് ഓരോ ദൈവവേദന്റെ വളർച്ചയാണ്. ഹല്ലേലൂയ. അവിടെയാണ് ഒരു ഭക്തൻ പറഞ്ഞത്, ചർച്ച് ഈസ് എ വർക്ക്ഷോപ്പ്. ചർച്ച് ഈസ് എ വർക്ക്ഷോപ്പ്. പൂർണ്ണത ഉള്ളവരുടെ കൂട്ടമല്ല ദൈവസഭ, പൂർണ്ണതയിലേക്ക് നടക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. അവിടെ പണി നടക്കുക, അവിടെ വളർച്ച നടക്കുക, അവിടെ മച്യൂരിറ്റിയിലേക്ക് ഓരോ ദിവസവും കഴിയുന്തോറും ജനം വളർന്നുകൊണ്ടിരിക്കുക. അതിനാണ് 5 വിധത്തിലുള്ള ശുശ്രൂഷകളെ ദൈവസഭയ്ക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിന് ദൈവം അനുവദിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട അനുഭവമാണ് സഫറിങ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് സഫറിങ്. എത്ര പേർക്ക് വേണം? കർത്താവേ, എനിക്ക് സഫറിങ് വേണമെന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? സഫറിങ് മാറാനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു വാചകോടൊന്ന് തിരികെ കയറ്റാം. കർത്താവേ, ഈ സഫറിങ്ങിനായ സ്തോത്രം, ഇത് അങ്ങയുടെ പുത്രനെ പോലെ എന്നെ എത്രയും പെട്ടെന്നൊന്ന് ആക്കി തീർക്കണേ. അല്ലേ? ഈ സഫറിങ്ങിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ വർഷങ്ങളായിട്ട് സഫറിങ്ങിലൂടെ കടന്നു വരുന്നുണ്ട്. നമുക്കറിയില്ല അതിൻ്റെ ആൻസർ ഒന്നും.
പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രിയമുള്ള, വയനാട് ദുരന്തം അത് വേറൊരു വിധത്തിലുള്ള സഫറിങ്ങാണ്. അവിടെ ദൈവമക്കളായിട്ടുള്ളവരുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 ജില്ലയൊക്കെ അല്ലെങ്കിൽ ടൗണൊക്കെ അല്ലെ 2 ടൗണൊക്കെ ഈ ഭൂപരപ്പിൽ നിന്ന് അങ്ങ് നീക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ ഈ ഭൂമിയുടെ അവസ്ഥ? അതെവിടെ സംഭവിക്കരുതോ? സഫറിങ് വരാൻ അധിക നിമിഷമൊന്നും വേണ്ട. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത അതിലേക്ക് നയിക്കുന്നതായിരിക്കാം. Nathaniel, the Zoom has gone. പക്ഷെങ്കിൽ അപ്രതീക്ഷിതമായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുകയും അനുഭവിക്കുകയും അതിലൂടെ ഒരു ഭക്തൻ കടന്നു പോകുകയും ചെയ്യുമ്പോൾ എങ്ങനെയാ നമുക്ക് നിൽക്കാൻ കഴിയുന്നത്? അവിടെയാണ് നാം അറിയേണ്ടത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിന്റെ പിന്നിൽ നിയന്ത്രിക്കുന്ന ഒരു കരമുണ്ട്. ഇതിന്റെ പിന്നിൽ ഇത് അനുവദിക്കുന്ന ഒരു സർവശക്തനുണ്ട്. എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ലഭിക്കേണ്ട ഒരു ബോധ്യമാണ് പ്രിയമുള്ളവരെ. അത് ഞാൻ എത്ര കണ്ട് തൊണ്ടയിടറി ഇവിടെ പറഞ്ഞാലും നമുക്കത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് എഴുതി തരണം. ദൈവം ആരാണെന്നുള്ള ബോധ്യം, നാം സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യം. അവിടുന്ന് നമ്മെ രക്ഷിച്ചവൻ മാത്രമല്ല കേട്ടോ, അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്നവനും കൂടെയാ. ആ വിശുദ്ധീകരണത്തിന്റെ അന്ത്യം നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മെ തേജസ്കരിച്ചിരിക്കുന്നു എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ഉറപ്പുള്ള ഒരു ലൈഫാണ് ക്രിസ്ത്യ ജീവിതം. We should have the assurance of salvation. രക്ഷയുടെ ഉറപ്പ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ വാഗ്ദത്തം ചെയ്തതിൽ മാറത്തില്ല. കാരണം അവന്റെ പേര്, അവൻ വിശ്വസ്തനാ. He is faithful. അവൻ എന്നെ രക്ഷിച്ചെങ്കിൽ എന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ എന്നെ തേജസ്കരിക്കും. ഈ ഹോപ്പാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രത്യാശയാണ് എന്നെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസത്തെ ഫേസ് ചെയ്യുവാൻ എനിക്ക് പ്രതീക്ഷ തരുന്നത്. ഹല്ലേലൂയ. കാരണം ഞാൻ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും നാളെ കാണുന്നില്ല. ഇന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും നാളെ വ്യത്യസ്തമായി കേൾക്കുന്നു. മനുഷ്യനോടുള്ള ഇടപാട് തന്നെ നാം നോക്കുമ്പോൾ ഒരു ദിവസം അവർ ചിരിച്ചു കാണിക്കും, മറ്റേ ദിവസം അവർ കരഞ്ഞു കാണിക്കും, മറ്റേ ദിവസം അവർ ക്രുദ്ധിച്ച് കാണിക്കും. വിവിധ മുഖഭാവങ്ങൾ എൻ്റെ മുഖത്തിലൂടെ, എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. സാഹചര്യങ്ങൾ അപ്രകാരം തന്നെ. ഗൾഫിലൊക്കെ ജോലി ചെയ്ത് ഇരിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം രാവിലെ വരുമ്പോൾ ജോലിയില്ല. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ വിസ ക്യാൻസൽ ആയിട്ട് കാണുന്നു. ഇങ്ങനെ വിവിധമായ അനുഭവങ്ങളുടെ നടുവിലും ഒരു ഭക്തൻ കടന്നു പോകുമ്പോൾ നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത്, ദൈവം അനുവദിക്കാതെ, ദൈവം ഇച്ഛിക്കാതെ ഒരു വിഷയവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതൊന്ന് വിശ്വസിക്കാമോ? Unless God allows it, nothing will happen in my life. അത്രയ്ക്കും പരമാധികാരിയായ ഒരു ദൈവം. Nothing happened without God willing it to happen in the way that it happens. സംഭവിച്ചതും സംഭവിക്കുന്നതും ആ നിലയിൽ സംഭവിക്കുന്നത് അവിടുന്ന് പരമാധികാരിയായതുകൊണ്ടാണ്. അവിടുന്ന് അനുവദിക്കുകയും ഇച്ഛിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ദൈവജന ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ആരാണ് ദൈവം? അവനെക്കുറിച്ച് നമുക്കറിയാം. അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്, അവിടുന്ന് സർവവ്യാപിയാണ്, അവിടുന്ന് തെറ്റ് പറ്റാത്തവനാ, അവിടുന്ന് മാറ്റമില്ലാത്തവനാ, അവിടുന്ന് പരിശുദ്ധനാ, അവിടുന്ന് പരമാധികാരിയായ ദൈവമാണ്. ക്രിസ്തീയ കഷ്ടത എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പരിശോധന, വിശ്വാസത്തിൻ്റെ പരിശോധന, ടെസ്റ്റിംഗ് ഓഫ് അവർ ഫെയ്ത്ത്. ഇൻഡിവിജ്വൽ ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഇൻഡിവിജ്വൽ. സാൽവേഷൻ ഈസ് ഇൻഡിവിജ്വൽ. സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഇൻഡിവിജ്വൽ. എന്താ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ?
Sanctification is the process through which we are adopted to the nature of Christ. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന അനുഭവങ്ങളെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയാം. ഹല്ലേലൂയ. അത് എങ്ങനെ വേണമെന്നുള്ളത് നിശ്ചയിക്കുന്നത് ദൈവം തന്നെയാണ്. ഏത് രീതിയിൽ എന്നെ നടത്തിയാൽ ഞാൻ നിത്യതയിൽ ചെല്ലുമെന്നുള്ളത് ദൈവത്തിനറിയാം, എന്നെ നടത്തുന്നവനറിയാം. I don't have the option to choose the pathway. എനിക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും ഈസി ആയിട്ടൊരു ഓപ്ഷനും ഞാനങ്ങ് സെലക്ട് ചെയ്ത് ഞാൻ എപ്പോഴേ നിത്യതയിൽ ചെന്നേനെ. അങ്ങനെ അല്ല. It is a pathway that God designs and only He designs it. ക്രിസ്തീയ കഷ്ടത എന്നത് ഈ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ എതിർപ്പെടുന്ന കഷ്ടതകളാണ്. ഒരുപാട് ഭക്തന്മാരുടെ ചരിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു. ഞാൻ പലരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ കഠിനമായ ശോധനയുടെ നടുവിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ മരണത്തിന് മുമ്പിൽ അവരായിരുന്നപ്പോൾ ഭാര്യ ഒരു ഭ്രാന്തിയെ പോലെ ആയിരുന്ന അവസരങ്ങളിൽ വിശ്വാസം ത്യജിക്കാതെ അവർ നിൽക്കുവാനുള്ള കാര്യം ഈ ബോധ്യമാണ്. എന്താ ബോധ്യം? ദൈവം ആരാണെന്നുള്ള ബോധ്യം, ഞാൻ അനാഥനല്ല എന്നുള്ള ബോധ്യം, അവിടുത്തെ പരമാധികാരത്തിൽ അവർ ചെയ്യുന്ന കാര്യം അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയാണ് അവർ അവിടുന്ന് ചെയ്യുന്നെന്നുള്ള ബോധ്യം. പ്രിയമുള്ളവർ, ഈ ബോധ്യം നമുക്ക് വേണം. ദൈവത്തിന്റെ പരിശുദ്ധന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ബോധ്യം എനിക്ക് തരണം. അങ്ങനെ ആത്മാവേ, ദൈവമേ, അങ്ങ് ആരാണെന്നുള്ള ബോധ്യം എനിക്ക് വേണം. അല്ലെ ക്രിസ്ത്യ ജീവിതയാത്ര എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ചിലരുടെ മനസ്സിലെങ്കിലും അറിയാതെ കയറിയ ഒരു ചിന്തയാ, ദൈവത്തിൻ്റെ കൺട്രോൾ ചിലപ്പോഴെങ്കിലും നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്ത. നോ, നെവർ. അങ്ങനെയാണെങ്കിൽ അവൻ ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവമല്ല. ഒരിക്കൽ പോലും, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും അവിടുത്തെ നിയന്ത്രണം നഷ്ടപ്പെടുത്തില്ല. അങ്ങനെ വരുമ്പോൾ ചോദ്യം അടുത്തത്, അങ്ങനെയാണ് ഇതെന്തിനാ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചേ? അത് നല്ല ചോദ്യമാണ്. അത് നല്ല ചോദ്യമാ. അങ്ങനെ ചോദിക്കണം. ദൈവം അത് ഇഷ്ടപ്പെടുന്നു. എന്തിനാ? ഈ ശമൂവേലിന്റെ യെശയ്യാപ്രവചനം 30:15 ഞാൻ പലപ്പോഴും കൂട്ടുകാറുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എന്ന് പറഞ്ഞാൽ ഒന്നാമത് കാണേണ്ടതാ ഈ ചോദ്യം. ഏതറിയാവോ? വൈ ലോർഡ്? മനം തിരിവ് എന്ന് പറയുന്നത് എന്നിലേക്ക് തന്നെ തിരിയുക. എന്നിലേക്ക് തന്നെ തിരിയുക. ലോർഡ്, ഇസ് ദർ എനിത്തിങ്, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. ഒന്നാമത്തെ ചോദ്യമാണ്. ദൈവമേ, എന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയാതിരിക്കൂ. 10 വർഷം കഴിഞ്ഞിട്ടുള്ള മറുപടി പറയുന്നേ. തീർച്ചയായിട്ടും അവിടുന്ന് മറുപടി തരും, ഒന്നല്ലെങ്കിൽ മറ്റൊരു മുഖാന്തരത്തിലൂടെ. മോനെ, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പുത്രനെ ഒന്ന് നോക്കിക്കേ, അതുപോലാണോ നീ ഇപ്പോൾ? അല്ല, ഒരുപാട് മാറ്റമില്ലേ? അതിന് നീ ഇതിലൂടെ നടക്കുമ്പോൾ നിനക്ക് ആ ഒരു മാറ്റം എൻ്റെ ആത്മാവ് നൽകി തരും. പക്ഷെ അതൊരു ഈസി ആയിട്ടുള്ള വാക്കല്ല, അത് നമുക്കറിയാം. ഹല്ലേലൂയ. ഭക്തന്മാർ നടന്ന ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഹൗ കം അവരെങ്ങനെയാ ഇതിലൂടെ പോയത്? ഹല്ലേലൂയ. എങ്ങനെയാ പോയത്? പക്ഷെ ദൈവം അവരെ നടത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, തിരുവല്ലയിൽ ഒരു കുടുംബം തൻ്റെ മകൻ്റെ ഒരു വിഷയം വന്നപ്പോൾ അവർക്കത് പിടിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. പാടത്ത് കൊണ്ടുപോയി വണ്ടിയും കത്തിച്ചിട്ട് അവർ വീടിൻ്റെ താക്കോല് പൂട്ടി വെളിയിൽ വെച്ചിട്ട് പറയുക, ഞങ്ങൾ പോവുക, ഞങ്ങൾ മരിച്ചു പോവുക. അനുഭവങ്ങൾ പലത് ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഇപ്പോഴും നിൽക്കുക. മുമ്പേ ആൻറ്റി വായിച്ചതുപോലെ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു വീണുപോയി, ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. എന്തിനാ? എങ്ങനെയാ? അവിടുന്ന് നമ്മെ നിർത്തുകയാ. ഒരു ജീവനുള്ള ദൈവമാണെന്നുള്ള ബോധ്യം, അവിടുന്ന് പരമാധികാരിയാണെന്നുള്ള ബോധ്യം നമ്മെ നിർത്തും.
നമ്മെ നിർത്തും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടുത്തെ കൺട്രോൾ ഒരിക്കലും പോയിട്ടില്ല, ഒരിക്കലും പോവുകയും ഇല്ല. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസൻ. ഇന്നലെ നമ്മൾ ഏലിയാവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ ഏലിയാവിൻ്റെ 30 സെക്കൻഡ് താഴെയുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഏലിയാവിൻ്റെ 4 പ്രാർത്ഥനകൾ നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ഒറ്റ പ്രാർത്ഥന എഴുതി വെച്ചിട്ടുള്ളൂ, അല്ല 2 പ്രാർത്ഥന എഴുതി വെച്ചിട്ടുള്ളൂ. 2 പ്രാർത്ഥന യാക്കോബാ പറയുന്നത് എപ്പോഴാണ് താൻ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ ആഹാബിന് മുമ്പിൽ പോയി നിന്ന് പറയുന്നതിന് മുമ്പേ ഇത് പ്രാർത്ഥനയാ പുള്ളി ചെയ്തല്ല, ചുമ്മാ പോയി പ്രഖ്യാപിക്കുക അല്ലായിരുന്നുള്ളത് യാക്കോബ് എഴുതി വെച്ചിട്ടുണ്ട്. അവ യാഗപീഠമെല്ലാം ഒരുക്കി വെച്ചിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് 30 സെക്കൻഡേ ഉള്ളൂ. 30 സെക്കൻഡ് വേണ്ട, 15 സെക്കൻഡോട് പ്രാർത്ഥന നിർത്തി. പക്ഷെ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നോക്കണം. ദൈവമേ, ഇസ്രായേലിൽ നീ മാത്രം ദൈവം, ഞാൻ നിന്റെ ദാസൻ. ആ ദാസൻ എന്നുള്ള പദം ഐ എം യുവർ സ്ലേവ്. നീ പറഞ്ഞതുപോലെല്ലാം ഞാൻ ചെയ്തു. അതേ വാക്ക് എവിടെ യാക്കോബ് കൊടുത്തിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ്. സോ the first conviction, who our God is. The second conviction, who we are. നാം അവൻ്റെ ദാസന്മാരാണ്. നാം അവൻ്റെ മക്കളെന്ന പദവിയുണ്ട്, അത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ നമ്മുടെ മനോഭാവം, വി ആർ നത്തിങ്, വി ആർ ഫ്രെയിൽ. നാം ഇന്ന് കണ്ട് നാളെ മാറിപ്പോകുന്നവരാ. വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ യു. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രായമായ ശേഷവും മാതാപിതാക്കളുടെ അടുക്ക വന്ന് കുഞ്ഞുങ്ങൾ അഭിപ്രായം ചോദിക്കുകയാണെന്നിരിക്കട്ടെ. എനിക്കൊരു 80 വയസ്സുണ്ട്, കൊച്ചിനൊരു 50-55 വയസ്സ് കഴിഞ്ഞിട്ടും അവൾ വന്ന് ചോദിക്കുക, ഡാഡി ഇന്ന കാര്യം ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് വന്ന് അഭിപ്രായം ചോദിക്കുന്നില്ല. അവർ മാരീഡാണ്, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ എങ്കിലും അഭിപ്രായം ചോദിക്കാൻ പേരൻസിൻ്റെ അടുത്ത് വരിക. മനുഷ്യൻ അതൊരു സന്തോഷമാണെങ്കിൽ ദൈവത്തിന് സന്തോഷമല്ലേ? നാം അവനിൽ ഡിപ്പെൻഡൻ്റ് ആകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നേ. നമ്മുടെ അടുത്ത് വന്ന് അഭിപ്രായം ചോദിച്ചാൽ നമ്മൾ നാളെ കാണാൻ പോലും നമുക്ക് കാഴ്ചയില്ല. നമ്മൾ ഇന്നത്തെ കാര്യം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ അതിനനുസരിച്ച് അഭിപ്രായം പറയുന്നത്. എൻ്റെ ദൈവം അതല്ല കേട്ടോ. ആദ്യങ്കിലെ അവസാനം അറിയുന്നവനാണ് എൻ്റെ ദൈവം. അവൻ്റെ സന്നദ്ധിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു ഭക്തനെ അവൻ നടത്തും. കാരണം അവൻ വിശ്വസ്തനായ ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ്. അടുത്തത് എൻ്റെ സഹോദരന്മാരെ, അപ്പം ഇത് അക്രൈസ്തവർക്കല്ല എഴുതുന്നേ, വിശ്വാസികൾക്ക് എഴുതുന്നേ. എന്താ എഴുതുന്നറിയാമോ? നിങ്ങൾ ഇനി ഓരോ വാക്കൊന്ന് വായിച്ചു നോക്കിക്കേ. വിവിധ, അയ്യോ ഒന്നായിരുന്നെങ്കിൽ സഹിക്കായിരുന്നു. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? വിവിധ. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നേ വേരിയസ്, പല ടൈപ്പാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ജീവിതത്തിൽ വരും. അകപ്പെടുക, മലയാളത്തിൽ അകപ്പെടുക എന്നുള്ളതാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വെൻ യു എൻകൗണ്ടർ, വെൻ യു ഫേസ് ഇറ്റ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ എ ഡിസൈനർ, ബട്ട് നമ്മളത് എൻകൗണ്ടർ ചെയ്യുക. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ, ഒരു വൈകുന്നേരം ഒരു ഫോൺ കോൾ വന്നപ്പോൾ, ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ, വി ആർ എൻകൗണ്ടറിങ് വേരിയസ് ട്രയൽസ്. ഈ മനുഷ്യനെന്ന നിലയിൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? ഒന്ന്, ഇവിടെ പറയുക, ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ഇത് യാദൃച്ഛികമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. This is testing of your faith. നിങ്ങൾക്ക് എത്രമാത്രം ദൈവാശ്രയ ബോധമുണ്ട്? നിങ്ങൾക്ക് ദൈവം ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ പറയാം എന്തുവാ,
50 വർഷമായിട്ട് പെന്തക്കോസ്തിലായിരിക്കുന്ന എന്നോടാണ് ചോദിക്കുന്നത് ദൈവം ആരാണെന്ന് എനിക്ക് അറിയാൻ വയ്യായോ? അയ്യോ പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയാമെന്നുള്ള ബുക്ക് നോളജ് അല്ല ചോദിച്ചേ, ദൈവത്തിലുള്ള ആശ്രയബോധം. അതാ ടെസ്റ്റ് ചെയ്യുന്നേ. അതിലൂടെ നമുക്കൊരു സ്വഭാവ രൂപീകരണം ദൈവം ഒരുക്കുന്നുണ്ട്. അതതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പരിശോധന. അത് വിലയേറിയതാണ്. അതിനൊരു റിസൾട്ട് ഉണ്ട്. അവിടെ പറയുന്നത് എന്താ അറിയാമോ? സ്ഥിരത. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എൻഡ്യൂറൻസ്. അതതിൻ്റെ റിസൾട്ട്. വിശ്വാസത്തിന്റെ പരിശോധനയുടെ റിസൾട്ട് എന്താ? എൻഡ്യൂറൻസ്, സ്ഥിരത. വെവ്വേറെ ആയിട്ടുള്ള പരീക്ഷകൾ, മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾ, പ്രതീക്ഷിക്കാത്ത പരിശോധനകൾ ജീവിതത്തിൽ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു ദൈവമുണ്ട്. അവൻ്റെ നിയന്ത്രണം വിട്ടുപോയിട്ടില്ല. അവൻ്റെ കരം കുറുതായി പോയിട്ടില്ല. ഇന്ന് രാവിലെ അവൻ്റെ കരം ഇവിടെ നീട്ടിയിരിക്കുക. അവന് പ്രവർത്തിക്കാൻ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മതി. ബട്ട് ഇതിനൊരു റിസൾട്ട് അവൻ ആഗ്രഹിക്കുന്നു. ഒരു കുശവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുമ്പോൾ പല പ്രോസസ്സിലൂടെ ആ കളിമണ്ണിനെ മാർദ്ദമുള്ളതാക്കാൻ വേണ്ടി ചവിട്ടിക്കുഴയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അല്ല നേരെ ഈ ഫീൽഡിൽ നിന്ന് ഇതിനെ കൊണ്ടുവന്ന് ചക്രത്തെ കയറ്റുമല്ല. അങ്ങനല്ല ചക്രത്തെ കയറ്റുന്നത്. പിന്നെ അതിന് മുമ്പൊരു പരിപാടിയുണ്ട്. ശരിക്കും അതിനെ മാർദ്ദവമുള്ളതാക്കാൻ വേണ്ടി ഒരു പ്രോസസ്സിലൂടെ കടന്നുവിടും. മാർദ്ദവമാക്കി കഴിഞ്ഞാൽ സ്വസ്ഥതയുണ്ടോ? ഇല്ല. ചക്രത്തിൽ അത് കറങ്ങുക. അന്നേരം ചോദിക്കണം ഈ ഈ ഈ ഈ കളിമണ്ണോട് എന്നാ പരിപാടിയാണെന്ന് ചോദിച്ചാൽ അത് പറയും ഒരു പരിപാടിയും മനസ്സിലാവുന്നില്ല. കറങ്ങുമ്പോൾ ഒരു പരിപാടി നമുക്ക് കാണാനും പറ്റത്തില്ല. ബട്ട് ഒരു കാര്യമുണ്ട്, ഈ കുശവന്റെ കണ്ണിൻ്റെ മുമ്പിലാണ് നമ്മൾ. കുശവന്റെ കൈവിരലുകൾക്കിടയിലാണ് നമ്മൾ. ഓരോ നിമിഷവും ചക്രത്തിന്മേൽ കുശവൻ സ്പർശിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മളിൽ ചിലർ കടന്നു പോകുന്ന അനുഭവങ്ങൾ. അല്ല, നാം എല്ലാവരും വിവിധ നിലകളിൽ പോകുന്ന അനുഭവങ്ങൾ. കുശവന്റെ കൈയുടെ സ്പർശനം നമ്മുടെ മേലുണ്ട്. അവൻ്റെ നിയന്ത്രണം വിട്ടുപോയിട്ടില്ല. ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. കുശവന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ പാത്രത്തെ ഒരു രൂപത്തിലാക്കിയ ശേഷം എന്നാൽ പിന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമെന്നാണെന്നോ പറഞ്ഞേ. എന്നാ അതാദ്യം വെയിലത്ത് വെക്കും. ഉണങ്ങിയ ശേഷം എന്നാൽ അവിടം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, നേരെ തീയിലോട്ടാണ് പോണേ. ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് അവിടെയെല്ലാം നിയന്ത്രണം വിട്ടുപോകാത്ത കരസ്പർശനത്താൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സാന്ത്വനം തരുന്ന ഒരു കുശവനുണ്ട് എന്നുള്ള ബോധ്യം. അതിനുശേഷമാണ് തീയുടെ വെളിയിൽ നിന്ന് എടുത്തിട്ട് ശേഷം മനോഹരമായ ചിത്രപ്പണികൾ കുശവൻ ആ പോട്ടിന്മേൽ നടത്തും. അവിടെയാണ് നമുക്ക് രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. അവിടെ നമ്മുടെ രൂപത്തിന് ഭേദം വരുന്നത്. അവിടുന്നാണ് നമുക്ക് തേജസ്കരണം ഉണ്ടാകുന്നത്. അവിടുന്നാണ് ക്രിസ്തുവിനോട് അനുരൂപത്തിലെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തുന്നത്. അതുവരെയും ഈ പ്രോസസ്സിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയേ തീരും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 2 വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയ. ഈ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അത് നമ്മൾ പണ്ടൊക്കെ എഴുതുമ്പോൾ എഴുതുന്ന പോലുള്ള വന്ദനം അല്ല. അതിൻ്റെ മൂലഭാഷയിലുള്ള അർത്ഥം റിജോയ്സിങ് എന്നാണ്. ഇതൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇവർ കടന്നു പോകുന്നത് എന്താണെന്ന് യാക്കോബിന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് ഇവരോട് പറയാം, നിങ്ങൾ എന്തോ ചെയ്യണം? സന്തോഷിക്കണം. തിരിച്ച് യാക്കോബിനോട് ചോദിക്കാം, ഇതെന്നാ പരിപാടിയാ? നിങ്ങൾ കാര്യം അറിഞ്ഞാണോ? നിങ്ങൾ കണ്ണാടിക്കൂട്ടിരുന്നാണോ ഈ എഴുത്തെഴുതി? അതോ അറിയാൻ വയ്യാതെ എഴുതിയാണോ? വേണമെന്ന് തിരുത്തി എഴുതിത്താ? നോ, പരിശുദ്ധാത്മാവ് എഴുതിയത്. ഇതിൻ്റെ നടുവിൽ ഒരു ഭക്തന് സന്തോഷിക്കാൻ കഴിയും. എങ്ങനെയെന്നറിയാമോ? ബൈ നോയിങ്. അറിയണം. എന്താ അറിയുന്നത്? അതാ താഴെ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു റിസൾട്ട് ഉണ്ടെന്ന് അറിയണം. ഇത് സ്ഥിരത നിങ്ങൾ വരുത്താൻ വേണ്ടിയാ ഇത് കടന്നു പോയെന്നറിയണം. ഈ സ്ഥിരത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എൻഡുറൻസ്. അത് ആത്മാവിൻ്റെ ഫലമാണ്. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്.
അത് നമ്മി വരുത്താൻ സഫറിങ്ങിനായി ദൈവം നമ്മെ അനുവദിക്കുന്നെങ്കിൽ അതിനൊന്ന് സ്തോത്രം ചെയ്യാമോ? അതാ ഞാൻ പറഞ്ഞത്, സഫറിങ് പാഴല്ല, അത് വെറുതെ അല്ല, അത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു മുഖാന്തരമാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിലും നിങ്ങളും വരുത്താൻ വേണ്ടി ദൈവം അനുവദിച്ചു വരുന്ന അനുഭവങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ നിർത്തുകയാണ്. താഴോട്ടൊക്കെ വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധമാവോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഇതിനകത്തുനിന്ന് എടുക്കാം, ഒരു ടേക്ക് അവേ പോയിന്റ്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒന്നും മാറിപ്പോയിട്ടില്ല. അവിടുന്ന് പരമാധികാരിയായ ദൈവമാണ്. അവിടുന്ന് എന്നെ അനുവദിച്ചു തരുന്ന ഈ അനുഭവങ്ങൾ എന്നിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വളർത്തുവാൻ, എൻഡുറൻസ് എന്നിൽ വരുത്തുവാൻ, പേഷ്യൻസ് എന്നിൽ വരുത്തുവാൻ, ആത്മാവിൻ്റെ ഫലം എന്നിൽ നിന്ന് ഉളവാകുവാൻ അങ്ങ് അനുവദിക്കുന്നതാകിയാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നുവെന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് ഹൃദയംഗമായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ട വചനത്തിനു മുമ്പ് നമ്മെ തന്നെ സമർപ്പിച്ച്, നാം അതിനു മുമ്പ് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാപ്പച്ചൻ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ പ്രിയ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് കടന്നു പോകുന്നല്ലോ. ദൈവകൃപയുടെ മറവിൽ അവരെ മറയ്ക്കേണ്ടതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ രാജമ്മ ആൻറ്റി പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആദ്യമായി ഔട്ട് ഓഫ് ടൗൺ അവർ ആ പൈതൽ കടന്നു പോകുന്നല്ലോ. കർത്താവിൻ്റെ കൃപയുടെ മറവിൽ അവനെ മറയ്ക്കേണ്ടതിനോട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പാപ്പച്ചൻ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Yes, Lord. Hallelujah. സ്തോത്രം, സ്തോത്രം. Thank you, Lord. Hallelujah. സ്തോത്രം. നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. യെസ് ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെസ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
യെസ് ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. യെസ് ലോർഡ് യെസ് ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. യെസ് ലോർഡ് യെസ് ലോർഡ്. ഹല്ലേലൂയ. യെസ് ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. Praise you, Lord. Yes, Lord. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. Yes, Lord. Hallelujah. സ്തോത്രം സ്തോത്രം. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ ഞങ്ങളുടെ കൃപയിൽ ഞങ്ങളെ പൊതുജനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഹൃദ്യമായി സംസാരിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങനെ ജനം കടന്നു പോകുന്നു, തിരുസാനത്തിൻ്റെ മറവിൽ മറച്ചുകൊണ്ടാട്ട് വീണും ഈ ആഴ്ചയിലുള്ള മീറ്റിങ്ങുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മൺഡേ മുതൽ സ്കൂൾ ആരംഭിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഔട്ടോട്ടോൺ പഠിക്കാനായി കടന്നു പോകുന്ന പൈതലിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ക്യാമ്പിൽ നിന്ന് ഈ മധ്യാഹ്നത്തിൽ മടങ്ങി വരുന്ന ഞങ്ങളുടെ ദാസനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ യാത്രയും പരിപാലിച്ചാട്ട് ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിച്ചനായി നന്ദി പറയുന്നു കർത്താവ്. പ്രാർത്ഥകരുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കൂട്ടായ്മയും കാവലും നമ്മളോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും നമ്മുടെ സഭയിലെ ഓരോ കുടുംബങ്ങളോടും കൂടെ ഇന്ന് വന്നേ കർത്താവിൻ്റെ രണ്ടാം വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.